ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖാന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും. അപ്പൊ പുതിയൊരു ബ്ലോക്കിലേക്ക് സ്വാഗതം. ഇവിടെ എന്തുവാ ബഹളം? ഇവിടെ എന്തുവാ ബഹളം? രണ്ടുപേരും കാണുന്നില്ലല്ലോ. ഇത് കൊള്ളാലോ, മുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. മാക്സിമം ഉണ്ടാക്കുമല്ലേ ഞാൻ ഉള്ള ദിവസം നോക്കിയിട്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴത്തേക്കും ഞാൻ അങ്ങ് എവിടെയെങ്കിലും തായ്ലൻഡിലോ സിംഗപ്പൂരിലോ മലേഷ്യയിലോ കംബോഡിയയിലോ വിയറ്റ്നാമിലോ എവിടെങ്കിലും ഒക്കെ ആയിരിക്കും കേട്ടോ. ഞാനിപ്പോ ഒരാഴ്ചയായിട്ട് കറക്റ്റ് ഇട്ടോണ്ടിരിക്കുക, ചുമ്മാ പുച്ചിക്കല്ലേ ചെയ്തിട്ടാ നിനക്ക് കൊള്ളാം. ഇതെങ്ങനെയുണ്ട് എന്റെ ബോൺസായ ചെടി? ഞാനിവിടെ ബാൽക്കണിയിൽ ഫുൾ കംപ്ലീറ്റ് കുറെ ചെടികൾ ഇങ്ങനെ നട്ട് വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ബോൺസായി, നമ്മുടെ ഒരു ബോൺസായി ചെടി. തുളസി മാറാൻ സമയമായി. തുളസി മാറ്റാൻ സമയമായി. അതിൽ നിന്ന് മാറ്റാനിരിക്കുക. നമ്മള് അമ്പലത്തിൽ പോവാണ്. നമ്മുടെ എറണാകുളം അമ്പലം. എന്താ പറയാ, എന്ത് അമ്പലത്തിന്റെ പേര് ശരിക്കുള്ള പേര്? എറണാകുളത്തപ്പൻ ടെമ്പിൾ. അപ്പോ അപ്പൻ രാമായണം ഒക്കെ വേണം പറയുന്നത്. ഞങ്ങള് ഒന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം കേട്ടോ. അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാതെ പിന്നെ അമ്മയെ ഞാൻ വേറെ ഒരു ദിവസം കൊണ്ടുപോകാം. അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാമേ. ഓക്കെ. എന്റെ ഡ്രസ് എങ്ങനെയുണ്ടെന്നു? അയണൊക്കെ തേച്ചതാ. ഈ തുണിയുടെ മെറ്റീരിയല് അങ്ങനത്തെയാ. ഷിനോൺ എന്ന മെറ്റീരിയലിന്റെ പേര്. അപ്പൊ ബി എന്തിനാ തയ്ക്കത്? അപ്പൊ നല്ല സുഖമായി ഇടാൻ. അപ്പൊ ഇതെനിക്ക് അയച്ചു തന്നിരിക്കുന്നത് ഹെലൻ ബൊട്ടീക്ക് എന്ന് പറഞ്ഞ ഒരു പേജാണ്. അപ്പൊ ഞാൻ ആ പേജ് ഇതിന്റെ താഴെ ഇടാം. പ്രൊമോഷൻ ആണ്, മനസ്സിലായില്ലേ? എന്റെ പൊട്ടിയ ക്യാമറയാണ്. ഇതെവിടാ? സെക്കൻഡ് ഫ്ലോറില്ലേ? പൊട്ടിയ ക്യാമറ വിട്ടെന്ന് വെച്ചാൽ ഉപയോഗിക്കാൻ ഡിസ്പ്ലേ മാത്രമേ പൊട്ടിയുള്ളൂ. പൊട്ടിയ ക്യാമറ ഞാൻ ശ്വേതയ്ക്ക് കൊടുത്തു വ്ലോഗ് ചെയ്യാനായിട്ട്. അയ്യോ എന്തുവാ? പോയിട്ടില്ല കളർ. നമ്മൾ ആക്ച്വലി ഇപ്പോൾ കർക്കിടക മാസമല്ലേ. അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ശരിക്കും എന്താ പറയുക, നല്ല ഇലവർഗ്ഗങ്ങളും പിന്നെ അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ കഴിച്ച് അതിന് ഒരു പ്രത്യേക ഒരു ഡയറ്ററി സംഭവമുണ്ട് കർക്കിടക മാസത്തിൽ. സുഖചികിത്സ എന്നൊക്കെ പറയുന്നത് തിരുമ്മലും പിഴിച്ചിലും ഒഴിച്ചിലും അങ്ങനെ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ കൂടുന്നതൊക്കെയാണ്. ശാരീരിക പ്രശ്നങ്ങളൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ കർക്കിടക മാസം എന്ന് പറയുന്നത്. അമ്പലത്തിൽ പോവുക, രാമായണം വായിക്കുക. രാമായണ മാസമാണല്ലോ ബേസിക്കലി. കർക്കിടക കഞ്ഞി കഴിക്കുക, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെയാണ് ബേസിക്കലി കർക്കിടകത്തിന്റെ പ്രശ്നം. എനിക്കെന്തായാലും 2 ദിവസമായിട്ട് നല്ല തൊണ്ടവേദന. എനിക്കിപ്പോൾ നാട്ടിൽ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാവും. ഈ 2 ദിവസമായിട്ട് നല്ല തൊണ്ടവേദനയുണ്ട്. ഞാനൊക്കെ ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന മരുന്നൊക്കെ ഇന്നലെ കഴിച്ചു രാത്രിയിൽ. അത് വേറെ ആന്റിബയോട്ടിക് ഒന്നും കഴിച്ചിട്ടുണ്ടല്ലോ. ജപ്പാനിൽ നിന്ന് കൊണ്ടുവന്ന ജാപ്പനീസ് പൊടി ഇന്നലെ രാത്രി കഴിച്ച് ശരിക്കും നല്ല കുറവുണ്ട്. അപ്പൊ ഇന്നൊന്ന് ഗാർഗിൾ ചെയ്ത് കുട്ടപ്പനായി കഴിഞ്ഞാൽ റെഡിയാവെന്ന് വിചാരിക്കുന്നു. ആന്റിബയോട്ടിക് ഇവിടെ പാട്ട് പാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഭയങ്കര പാട്ട് പാടും. പാട്ട് പാടാവോ എല്ലാവർക്കും വേണ്ടി? ഇല്ല. ഇതാണ് പ്രശ്നം. ക്യാമറ ഓൺ ചെയ്യുന്ന എങ്ങനെയാന്ന് അവന് മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. അപ്പൊ നമ്മളത് എറണാകുളത്തപ്പൻ അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ദീപാരാധന നടക്കുവാന്ന് തോന്നുന്നു. കറക്റ്റ് സമയം ആൾക്കാരൊക്കെ തൊഴുത് നിൽക്കുന്നു. ഞാൻ കുറേ നാളിന് ശേഷമാണ് ഇവിടെ വരുന്നത്. എറണാകുളം ശിവക്ഷേത്രമാണിത്. നമ്മുടെ എറണാകുളത്തപ്പൻ അമ്പലം എന്ന് പറയും. കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ എറണാകുളം ക്ഷേത്രം. എന്താ വേണ്ട? ആന വേണമെന്ന്. ആന ഇല്ല ഇവിടെ. ഞങ്ങളിവിടെ വന്നു. ഞങ്ങൾ അമ്പലത്തിൽ തൊഴുതു. ഇവിടെ പുറകിൽ തന്നെ ഒരു ഹനുമാൻ ക്ഷേത്രമുണ്ട്, അവിടെയും തൊഴുതു. അത് കഴിഞ്ഞ് രാമായണം വായിച്ച് ഋഷി പോണി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ രാമായണ മാസാചരണത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ഉണ്ടാവാറുണ്ടെന്ന് പറയുന്നത് കേട്ടു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരു ഭരതനാട്യം പെർഫോമൻസ് ആണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. പണ്ട് തൊട്ട് ഇവിടെ വന്ന് ശീലമായി. ഭയങ്കര വരാനുള്ള ഇഷ്ടമുള്ളൊരു അമ്പലമാണ്. നല്ല അമ്പലമല്ലേ? അമ്പലത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ സാധാരണ രീതിയിൽ പതിവുള്ളതാണ് ഏതെങ്കിലും ഹോട്ടലിൽ കയറി ദോശ കഴിക്കുക. അതുകൊണ്ട് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് സുഭിക്ഷ ഹോട്ടലിലാണ്. നല്ല ഫൗണ്ടനൊക്കെ ഉണ്ടല്ലോ, അടിപൊളി. വെള്ളം
വെള്ളം വെള്ളം. അത് കണ്ടിട്ട് അങ്ങോട്ട് പോയതാണോ, ഞാൻ വിളിക്കാന്ന് പറഞ്ഞതാ. ഞങ്ങൾ ദോശ കഴിക്കാൻ പോ. നീ വരുന്നോ? ദോശ കഴിക്കാൻ പോപ്പാ. ഋഷിക്ക് എന്താ വേണ്ട കഴിക്കാൻ? ഹലോ, എന്താ വേണ്ടേ? ചോറോ? ചോറ് വേണ്ട. വേറെന്താ വേണ്ടേ? ചോറ് ഉച്ചയ്ക്ക് കഴിച്ചല്ലേ. ദോശ വേണോ ഇഡ്ഡലി വേണോ? ദോശ മതിയോ? മതിയോ? അമ്മയ്ക്ക് എന്ത് ഫുഡ് വേണം എന്നുള്ളത് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പുറത്തുനിന്നാണ് ഫുഡ്. ഇന്ന് വീട്ടിൽ പ്രിപ്പറേഷൻ ഇല്ല. അതല്ലല്ലോ, അമ്പലത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ പുറത്തുനിന്നായിരിക്കുമല്ലോ ഫുഡ്. അയ്യോ, ഇത് ഋഷിയുടെ വലിപ്പം ഉണ്ടല്ലോ ഈ ദോശക്ക്. എന്ത് വലിയ ദോശയായത്. ആ ഇത് അതല്ല, ഇതല്ല, ഇതാണ് ഋഷിയുടെ ദോശ കേട്ടാ. സ്മോൾ ദോശ കണ്ടാ, ഭയങ്കര വലിയ ദോശ. എന്തുണ്ട്? ആ ചമ്മന്തി ഉണ്ട്. എല്ലാ ചമ്മന്തി മുക്കി കഴിച്ചോ? യെസ്. നിങ്ങൾ രണ്ടുപേരും ആദ്യം കഴിക്കുവാണോ? യെസ്. ഋഷി കഴിക്കുക എങ്ങനെയുണ്ടെന്ന് പറ. ഋഷിക്ക് സ്മോൾ ദോശ, ബിഗ് ദോശ. എനിക്ക് ചണാപത്തൂർ. അവിടെ ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കണേ. ഇന്ന് അപ്പാടെ കൂടെയാണ് ഇരിക്കുന്നത്. ഫുൾ ദോശ തീർക്കണേ ഋഷി. ഋഷി ഗുഡ് ബോയ് അല്ലേ? യെസ്. അപ്പോൾ എനിക്ക് ചണാപത്തൂറ, സലാഡ്, ചണ. ഞാനും തിന്നട്ടെ. സാറിന് ദോശ എങ്ങനെയുണ്ട്? സാമ്പാർ എങ്ങനെയുണ്ട്? ഇതാണ് അപ്പന് ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ച, അപ്പനല്ല അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ പുതിയതായിട്ട് വാങ്ങിച്ച രാമായണം. DC ബുക്സിന്റെ ആധ്യാത്മ രാമായണമാണ് ഇത്. ഗദ്യ രൂപേണ ഉള്ളതാണ്. അതായത് നമുക്കിതിനകത്ത് രാമായണത്തിന്റെ ഒരു ശ്ലോകങ്ങളും അതേപോലെ തന്നെ അതിന്റെ അർത്ഥങ്ങളും. അതിന്റെ വെറുതെ വായിച്ചിട്ട് കാര്യമില്ലല്ലോ, അതിന്റെ അർത്ഥം മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത്യാവശ്യം വലിയൊരു പുസ്തകമാണ്. ഇതിന് 800 രൂപയായിരുന്നു ഈ പുസ്തകത്തിന്. ഇത് തന്നെ എന്താ പറയുക, ഗദ്യരൂപേണ അല്ലാത്ത രാമായണമുണ്ട്, അതിന് 400 രൂപ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അപ്പന് ഗദ്യരൂപേണയുള്ള അർത്ഥമുള്ള രാമായണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളിത് വാങ്ങിച്ചു. സോ ദിസ് ഈസ് അവർ കർക്കിടക മാസം ഗിഫ്റ്റ് ടു അപ്പ ആൻഡ് അമ്മ. യെസ്. ഉമ്മയൊന്നും വേണ്ട, മിണ്ടായിരുന്നേ അവിടെ. ഉമ്മ എനിക്ക് വേണ്ട, നിന്നുമ്മ. നീ എനിക്ക് വേണല്ലേ, ക്യാമറക്ക് കൊടുക്കണ്ട. എനിക്ക് തന്നാ മതി ക്യാമറക്ക്. ഓ, എല്ലാവർക്കും ഉമ്മ കൊടുത്തേ പറ്റുള്ളൂ. പേപ്പർ എവിടെ എടുക്കണം? എവിടെ എടുക്കണം? എന്തിനാ പേപ്പർ എടുക്കുന്നേ? അത് ബില്ല് അതവിടെ വെക്കുക കേട്ടോ. ഞങ്ങള് അമ്മയ്ക്ക് മാക്സി വാങ്ങാനായിട്ട് ശ്വേത അവിടെ ഒരു കടയിൽ കയറിയേക്കുവാണ്. നമ്മളിപ്പോൾ ഇവിടെ കോൺവെന്റ് റോഡ് എന്നൊക്കെ പറയുന്ന എറണാകുളത്തിന്റെ ഗോപാലപ്രഭു റോഡ് എന്നൊക്കെ പറയുന്ന ഒരു എറണാകുളം മാർക്കറ്റ് ഏരിയയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഇഷ്ടംപോലെ ഗാർമെന്റ് ഷോപ്പുകൾ നമുക്കുണ്ട്. തുണിക്കടകൾ ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ആയിട്ട് ഇഷ്ടംപോലെ ഉണ്ട്. തുണിക്കടയാണോ ഋഷി? ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് മാക്സി വാങ്ങാനായിട്ട് പോയതാണ് ശ്വേത. ഈ ഭാഗത്തേക്കൊക്കെ വണ്ടിയും കൊണ്ട് പകല് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. രാത്രി കുഴപ്പമില്ല. ഇപ്പൊ സമയം ഇപ്പൊ 8 മണിയായി. അതെന്താ ഋഷി? അതെന്താ സംഭവം? അതെന്ത് ലോഗോയാ? അപ്പാടെയാണോ? എന്താ അത്? ടെക് ട്രാവലീറ്റ് ആണോ? ആണോ? ടെക് ട്രാവലീറ്റ് ലോഗോയാ അല്ലേ അത്? ആ, വെരി ഗുഡ്. ഋഷി ഒരു കഥ പറഞ്ഞുതരോ അപ്പായിക്ക്? ഒരു കഥ പറഞ്ഞേ. എന്ത് കഥയാ പറയുന്നത്? അപ്പയാണോ കഥ പറഞ്ഞു തരണ്ടേ? എന്തിന്റെ കഥ പറഞ്ഞു തരണം? ഏത് ഫ്ലൈറ്റിന്റെ? മലേഷ്യൻ എയർലൈൻസിന്റെ ആണോ വേണ്ടേ? കണ്ടോ, ഇതാണ് ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ കഥ പണ്ട് പറയുമ്പോഴത്തേക്കിന് അമ്മയുടെയും മുയലിന്റെയും പൂച്ചയുടെയും പട്ടിയുടെയും ഒക്കെ കഥ പറഞ്ഞു കൊടുക്കും. ഇപ്പോഴത്തെ പിള്ളേർക്ക് ഫ്ലൈറ്റിന്റെ കഥ വേണം. ഹോൺ അടിക്കരുത്, ഹോൺ അടിക്കാൻ പാടില്ല. ഹോൺ അടിക്കാൻ പാടില്ല. എന്നിട്ട് ഏത് ഫ്ലൈറ്റ്? എന്താ അത്? അതെന്താ അത്? ഇതെന്താ ഇത്? ഗൂഗിൾ മാപ്പ് ആണോ? ഓക്കെ. ആണോ? ഇതാണ് 3 വയസ്സേ ആയിട്ടുള്ളൂ. വായിക്കാനും എഴുതാനും പോലും പഠിച്ചിട്ടില്ല. ഇതെന്താ ഇത്? ഇതെന്താ? യൂട്യൂബ്. ഇതെന്താന്നറിയോ? ഹോട്ട്സ്റ്റാറോ? ഹോട്ട്സ്റ്റാർ അതല്ല. ഹോട്ട്സ്റ്റാർ ഇതിനകത്ത് വേറെ ഏതോ ആണ്. ഇത് ഹോട്ട്സ്റ്റാർ. വേറെന്താ ഉള്ളേ? ഇതെന്താ ഈ പച്ച? എന്താ സംഭവം അത്? അറിയോ എന്താന്ന്? എന്താ അത്? ഓണിയനോ? അത് കണ്ടാ നിങ്ങൾക്ക് ഓണിയൻ പോലെ തോന്നുന്നുണ്ടോ സുഹൃത്തുക്കളെ? അത് ഓണിയൻ ആണെന്നാണ് ഋഷിക്കുട്ടൻ പറയുന്നത്. പണ്ട് ഒരു സ്ഥലത്ത് സിംഗപ്പൂർ എയർലൈൻസ് എന്ന് പറഞ്ഞൊരു വിമാനം ഉണ്ടായിരുന്നു. ഓക്കെ. ആ സിംഗപ്പൂർ എയർലൈൻസ് വിമാനത്തില് ഋഷിക്കുട്ടൻ എന്ന് പറഞ്ഞൊരു കുട്ടി ഉണ്ടായിരുന്നു. എവിടാ പോയത്? ചൈനയിൽ പോയി അല്ലേ? കണ്ടോ, ഇതൊക്കെയാണ്. ഞങ്ങൾക്ക് ഇങ്ങനത്തെ കഥയൊക്കെ മതി. ഉണ്ടോ? എന്താണ്? എന്താണ്? എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇപ്പൊ വലിയ അപ്പൂപ്പന അതൊക്കെ പറയും. ആരെന്ത് പറഞ്ഞാലും പറയും. എന്താണ്?
കേട്ടില്ല. അതെന്താ അത്? ആരുടെ പേഴ്സാ അത്? അമ്മാടെ പേഴ്സാണോ? എന്തുണ്ട്? കാടോ? കാടാണോ കാറാണോ? അതവിടെ വെച്ചേ, അടച്ചു വെച്ചേ. പേഴ്സ് ഒന്നും എടുക്കരുത്. അമ്മയുടെ പേഴ്സ് എന്തിനാ നീ എടുക്കുന്നത്? അമ്മ വന്നിട്ട് ഇടിക്കും നിന്നെ. അവിടെ വെക്ക്, അവിടെ വെക്ക്, അവിടെ അടച്ചു വെക്ക്. അമ്മ വരുന്നുണ്ട്, വേഗം അടച്ചു വെക്ക്. എടുത്തിട്ട് തന്നെ വെച്ചു. ഇല്ലെങ്കിൽ ഇപ്പൊ അമ്മ ഒന്ന് ഇടി വരും. ഋഷിക്കുട്ടന് അപ്പനോടാണോ കൂടുതൽ ഇഷ്ടം, അമ്മേനോടാണോ കൂടുതൽ ഇഷ്ടം? അപ്പനാണ് ഇഷ്ടം. ആണോ? അത് അമ്മേനെ ഇഷ്ടല്ലേ? ഇഷ്ടല്ലേ? ഇത് അമ്മ വന്ന് ചോദിക്കുമ്പോഴത്തേക്കും നേരെ തിരിച്ചു പറയും ഗൈസ്, അപ്പനെ ഇഷ്ടമല്ല. ചില്ലറയാണോ അത്? അമ്മ വന്ന് ചോദിക്കുമ്പോ പറയും അപ്പനെ ഇഷ്ടമാണ്, അമ്മനെ ഇഷ്ടമല്ലെന്ന് പറയും. അല്ല, നേരെ തിരിച്ചു പറയും. എനിക്ക് 2 കായമുണ്ട് വാങ്ങണം. കായമുണ്ട്. ഇന്ന് കോമഡി ആയിരുന്നേ ശരിക്കും. എന്താ പറയാ, ഇന്ന് അമ്പലത്തിൽ പോയപ്പോഴത്തേക്കിനും അവിടെ നിന്നിട്ട് ആൾക്കാർ പോവാ. നിങ്ങൾ അമ്പലത്തിലൊക്കെ വരുമോ? അല്ല, നിങ്ങൾ ചൈനയിൽ അവിടെയൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുന്നത് കാണാറുണ്ട്. നിങ്ങൾ അമ്പലത്തിലൊക്കെ പോകുന്ന ആളായിട്ട് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞു എന്റെ പേര് തന്നെ സുജിത്ത് ഭക്തൻ എന്നാണ്. അല്ലേ? അപ്പൊ പിന്നെ എനിക്ക് ഭക്തി ഇല്ലാണ്ടിരിക്കുവോ എന്ന് ഞാൻ ചോദിച്ച്. എന്തായാലും കാണുന്ന എല്ലാരും പറയുന്നത് സുജിത്ത് ഭയങ്കര ക്ഷീണിച്ചു, തടി കുറഞ്ഞു എന്നൊക്കെയാണ്. ഞാൻ വിളിച്ചു 2 കായ്മുണ്ട് വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കായ്മുണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സംഖ്യ ആക്കൂ, അങ്ങനത്തെ പ്രശ്നമുണ്ടോ? ഐ ഡോണ്ട് മൈൻഡ്. വാങ്ങിച്ചിട്ടില്ല. ഇച്ചി അവിടെ പോണ്ട, ഇവിടെ ഇരുന്നാ മതി. അപ്പ പോയിട്ട് വരും കേട്ടോ. അപ്പ പോയിട്ട് വരട്ടെ. വാങ്ങിയോ സർ? ഏതെങ്കിലും കളറ് വാങ്ങിച്ചിട്ടുണ്ടോ? ഇത് കായുമുണ്ട് കണ്ടോ? ഇനി വേറൊരു വെറൈറ്റി മുണ്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. എങ്ങനെയുണ്ട്? അത് കൊള്ളാലോ, നല്ല കളർ. ഒലീവ് ഗ്രീൻ കളർ വിത്ത് സിൽവർ ഷെയ്ഡ്സ്. നല്ലതാണല്ലോ. മുണ്ടൊക്കെ പണ്ട് 100-150 രൂപയ്ക്ക് വാങ്ങിച്ചുകൊണ്ടിരുന്ന മുണ്ടാവും. ഇപ്പൊ ഒരു മുണ്ടിന് 435 രൂപ. ബില്ല് കീറാതെ ഇങ്ങോട്ട് ബില്ലൊക്കെ വേണം. അല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നല്ല വിലയുള്ള ഒരു സംഭവമാ മുണ്ടിനെന്ത് വിലയല്ലേ? ഇനിയൊന്നുമില്ലല്ലോ വാങ്ങാൻ. ഇനിയൊന്നുമില്ല. ചപ്പാത്തി വാങ്ങണം. ചപ്പാത്തി. ലെറ്റ്സ് ഗോ. ഇന്നെന്തായാലും അപ്പ ഹാപ്പിയോ? രാമായണം കിട്ടുമല്ലോ. രാമായണം കിട്ടി കഴിയുമ്പോഴത്തേനും പുള്ളി ഹാപ്പി ആയിരിക്കും. എന്താ ചെയ്യുന്നേ? അടി കിട്ടും ഋഷിക്ക്. ഇതെന്ത് സജു ഇങ്ങനെ? ശ്വേതയുടെ വ്ളോഗാട്ടോ, ഞാനാണ് ക്യാമറാമാൻ. ഇതെന്തിട്ട്? ചേഞ്ച് ആർക്കായാലും എപ്പോഴായാലും. എവിടെ? ഏത് എവിടെ ആണോ? അമ്മയുടെ കഴിച്ചു കഴിഞ്ഞു. ഞാൻ ആക്ച്വലി അമ്മയ്ക്ക് വിശന്നുകൊണ്ട് അമ്മയ്ക്ക് വേഗം ഉണ്ടാക്കി കൊടുത്തു. സമയം കഴിഞ്ഞു പോയി. അതുകൊണ്ട് ഞാൻ വേഗം ഉണ്ടാക്കി കൊടുത്തു. അമ്മയുടെ കഴിച്ചു കഴിഞ്ഞു. കൈ കഴുകിയിട്ട് നമുക്ക് വേറൊരു സാധനം തരാം. ചന്ദന ഞാൻ തന്നില്ലേ ആദ്യമേ? വേറൊരു സാധനം തരാം കേട്ടോ. ഞാൻ അമ്മയ്ക്ക് വേണ്ടി 2 സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പന് വേണ്ടി ആധ്യാത്മരാമായണം വിത്ത് മീനിങ്. ഇപ്പോൾ 2 പേരും ഇരുന്ന് വായിച്ചോ കേട്ടോ. യെസ്. അപ്പോൾ ഇനി അമ്മയ്ക്കുള്ളത്, അമ്മയ്ക്ക് ഞാൻ 2 മാക്സി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. യെസ്, കുറേ നാളായി അമ്മ പറയുന്നു മാക്സി വേണം. നോക്ക് എങ്ങനെയുണ്ടെന്ന് നോക്ക്. നല്ല കളറല്ലേ? അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന കളർ തന്നെ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. ഒരെണ്ണം ചുരിദാർ ടൈപ്പും ഒരെണ്ണം സാധാരണ രീതിയിലുള്ളത്. ഇത് നോർമലാ. ഇത് ഇട്ട് നോക്ക്. പാകമായിരിക്കുമല്ലോ. ഓക്കെ. മറ്റേത് നോക്കിയേ. ബുടുബുട അവിടെ ഇരുന്നോ? ബുടുബുടയ്ക്ക് അടി കിട്ടാൻ സമയമായിട്ടുണ്ട്. അങ്ങനെ ചെയ്യരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ലോട്ടറി ചോക്കുപ്പയൊക്കെ തരാം. ഇതെങ്ങനെയുണ്ട്? അപ്പം അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ഈ ചെറിയ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി അമ്മയ്ക്ക് ഞാൻ മുടിയൊക്കെ കെട്ടി വെച്ചു. ടയർഡായി പോയിട്ട് വന്ന് അമ്മയ്ക്ക് ധൃതി പിടിച്ച് ഞാൻ ഉണ്ടാക്കി സമയമായിപ്പോയി. ഞാൻ ലേറ്റായി ഇന്ന്. അതെ, ചപ്പാത്തി ബൈങ്കൺ വറുത്ത. നല്ലായിരുന്നോ? നല്ല കറിയായിരുന്നല്ലേ? എന്റെ സെലക്ഷൻ എങ്ങനെയുണ്ട്? ബുഡ്ബുടയ്ക്ക് ഏത് ബുഡ്ബുടയ്ക്ക് ലോട്ടറി ചോക്കുപ്പൈ വേണം? അങ്ങനെ ചെയ്താൽ ഞാൻ അടിക്കും. ഞാൻ പറഞ്ഞു. ലോട്ടറി ചോക്കുപ്പൈ ഒക്കെ തരാം. കിട്ടിയ ചാൻസ് മുതലാക്കി.
അപ്പോൾ ഈ വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. വേറൊരു വീഡിയോ ആയിട്ട് കാണുന്നവര് ബൈ. എന്തോ ഒരു ഉമ്മ തരോ?